നമ്മുടെ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട്. ഫിയർ ഓഫ് പീപ്പിൾ ആൻഡ് എക്കണോമിക് ഇൻസെക്യൂരിറ്റി വിൽ ലീവ് അസ്. ആ ഫിയർ ഓഫ് പീപ്പിളിന്റെ സബ്ജക്ട് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. അവർ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ, എന്നെ ഇൻസൾട്ട് ചെയ്തോട്ടെ, ഡസൻ മാറ്റർ. എനിക്ക് ഫ്രീഡമാണ് ആവശ്യം. എനിക്ക് നിന്റെ ഒരു ഇത് കേൾക്കണ്ടെന്ന് ചിലപ്പോൾ ഞാൻ വീട്ടിൽ ഒരാള് ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കുള്ളൂല്ലോ അങ്ങനെ ഒരു ഓക്കെ, ഡസൻ മാറ്റർ. അവിടെ ഞാനൊരു ഇളിബനാവോ, എന്നെ നാണം കെടുത്തി എന്നുള്ളൊരു തോന്നലേ എനിക്ക് വേണ്ട. എനിക്ക് മോചനം എന്റെ ഒരു കുഴപ്പമില്ല മാഷെ, ഞാൻ ഇത് പറയാനുള്ളത് പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഇഷ്ടമുണ്ട് സ്വീകരിച്ചോ, ഇവിടെ മുതൽ ഞാനിത് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാണ്. നിർഭയനായിട്ടിരിക്കാനുള്ള ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെടുക. ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഐ ഹാവ് എ സ്പോൺസർ, ഐ ഹാവ് എ ഹയർ പവർ. ആ രീതിയിൽ നമ്മൾ ഇതിനെടുക്കുക. അപ്പൊ അങ്ങനെ എടുക്കുക. അപ്പൊ ഈ 8ഉം 9ഉം പടികളും കൂടി നമുക്ക് അടുത്ത ആഴ്ചയിൽ 8ഉം 9ഉം പടികൾ ഒന്നിച്ച് തീർക്കാം. ഇപ്പൊ 8ഉം 9ഉം ഒന്നിച്ച് പോകുന്നതാണ്, മനസ്സിലായില്ലേ? പിന്നെ ഒരു പക്ഷെ അതെ, 9ാമത്തെ പടിയിൽ പ്രോമിസസ് വരെ നമുക്ക് അടുത്ത ദിവസം തീർക്കാം. അതിന്റെ ഇടയ്ക്ക് കാര്യം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വേറൊരു നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോന്നുണ്ടായിരുന്നു, പക്ഷെ അതിനിപ്പോ സമയമില്ല. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഈ ഇത്രയും കൂടുതൽ സമയം എടുത്തതെന്ന് ഒന്നോർത്ത് എന്നോടൊന്ന് ക്ഷമിച്ചേക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പടിയാണ്. ഒരു പുതിയൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പടിയാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ സെയിം ടൈം വീണ്ടും നമുക്ക് കാണാം. 8-10 മിനിറ്റ് ഉണ്ടല്ലോ.